ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചില വീഡിയോകൾക്ക് ആയിരക്കണക്കിന് വ്യൂസ് വരും, എന്നാൽ ചില വീഡിയോകൾക്ക് ഒന്നും വരില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? അത് ഇംപ്രഷൻസ്. നിങ്ങളുടെ വീഡിയോയ്ക്ക് കൂടുതൽ ഇംപ്രഷൻസ് കിട്ടിയാൽ കൂടുതൽ വ്യൂസ് കിട്ടും. ഇംപ്രഷൻസ് കുറവാണെങ്കിൽ വ്യൂസും കുറവായിരിക്കും. ഉദാഹരണത്തിന്, ഒരു വീഡിയോയ്ക്ക് 1,00,000 ഇംപ്രഷൻസ് ലഭിച്ചാൽ അതിൽ നിന്നും 10,000 പേർ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. പക്ഷേ 1000 ഇംപ്രഷൻസ് മാത്രമാണെങ്കിൽ അതിൽ നിന്ന് എത്ര വ്യൂസ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഇംപ്രഷൻസ് എന്താണ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ ഹോം പേജിൽ പല വീഡിയോകളും കാണാറില്ലേ? അവിടെ ഓരോ തംബ്നെയിൽ നിങ്ങളെ കാണിക്കുന്ന ഓരോ തവണയും ആ വീഡിയോയ്ക്ക് ഒരു ഇംപ്രഷൻ കൗണ്ട് ചെയ്യും. അതുപോലെ നിങ്ങൾ യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്തപ്പോൾ സെർച്ച് റിസൾട്ടിൽ നിങ്ങളുടെ വീഡിയോ കാണിച്ചാലും അതൊരു ഇംപ്രഷൻ ആണ്. സജസ്റ്റഡ് വീഡിയോസിലോ ബ്രൗസ് ഫീച്ചറിലോ വീഡിയോ കാണിച്ചാലും അതും ഇംപ്രഷൻ തന്നെയാണ്. പക്ഷേ വീഡിയോ കാണിച്ചതുകൊണ്ട് മാത്രം വ്യൂ ആകില്ല. ആ വീഡിയോയിൽ ആളുകൾ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് വ്യൂ കൗണ്ട് ആവുന്നത്. അതുകൊണ്ടാണ് പല വീഡിയോകൾക്കും 1,00,000 ഇംപ്രഷൻസ് കിട്ടിയിട്ടും 10,000 വ്യൂസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഇനി പ്രധാന ചോദ്യം, ഇംപ്രഷൻസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതാണ്. ഈ വീഡിയോയിൽ യൂട്യൂബ് തന്നെ നിർദ്ദേശിക്കുന്ന 5 പ്രധാന മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നാമത്തത്, നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ തുറക്കുക. അതിലെ അനലിറ്റിക്സിൽ നിന്നും ട്രെൻഡ്സ് എന്ന ടാബ് കാണാം. പലരും ഇത് ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കാറില്ല. നിങ്ങൾ വീഡിയോ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആദ്യം ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഉദാഹരണത്തിന്, സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ടോപ്പിക്ക് സെർച്ച് ചെയ്താൽ അതിൻ്റെ സെർച്ച് റിസൾട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ സെർച്ച് ഇൻട്രസ്റ്റ് ഹൈ ആണോ, മീഡിയം ആണോ, ലോ ആണോ എന്നത് ഇവിടെ കാണാം. ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഇംപ്രഷൻസ് ലഭിക്കാനുള്ള സാധ്യത ആണ്. ലോ വോളിയം ടോപ്പിക് ആണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, തംബ്നെയിൽ കൂടുതൽ ആകർഷകമാക്കുക. ഇംപ്രഷൻസ് ലഭിച്ചിട്ടും ആളുകൾ ക്ലിക്ക് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം തംബ്നെയിലാണ്. യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്ന ഒരു ഫീച്ചർ നൽകുന്നുണ്ട്. അതിലൂടെ ഓരോ വീഡിയോയ്ക്കും 3 തംബ്നെയിൽ വരെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഏത് തംബ്നെയിലാണ് കൂടുതൽ CTR നേടുന്നത് എന്ന് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ ഫീച്ചർ നിങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ടൈറ്റിൽ ശരിയായ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക. പലരും വളരെ ചെറിയ ടൈറ്റിൽ മാത്രമാണ് നൽകുന്നത്, എന്നാൽ അതൊരു നല്ല രീതിയല്ല. പ്രധാനപ്പെട്ട കീവേഡ് ഉൾപ്പെടുത്തി ടൈറ്റിൽ കുറച്ച് വിശദമായി എഴുതാൻ ശ്രമിക്കുക. പക്ഷേ അനാവശ്യമായി ടൈറ്റിൽ വലിച്ചു നീട്ടുകയും ചെയ്യരുത്. ഓഡിയൻസ് സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് സ്വാഭാവികമായി ടൈറ്റിലിൽ ഉൾപ്പെടുത്തണം. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. യൂട്യൂബിൽ സ്ഥിരത വളരെ പ്രധാനമാണ്. നിങ്ങൾ ദിവസവും വീഡിയോ ചെയ്യാൻ കഴിയില്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കൽ ചെയ്യുക, അല്ലെങ്കിൽ 3 ദിവസത്തിൽ ഒരിക്കൽ. പക്ഷേ നിങ്ങൾ ഒരു കൃത്യമായ ഷെഡ്യൂള് പാലിക്കുക. കൺസിസ്റ്റൻസി ഉള്ള ചാനലുകളെ യൂട്യൂബ് കൂടുതൽ വിശ്വാസത്തോടെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി അഞ്ചാമത്തെ ടിപ്പ്, SEO ശരിയായി ചെയ്യുക. SEO എന്നത് ടൈറ്റിൽ മാത്രമല്ല. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കീവേഡ്സ്, ഹാഷ്ടാഗ്, തംബ്നെയിൽ ഇവയെല്ലാം ചേർന്നതാണ് ഒരു നല്ല SEO ഉണ്ടാകുന്നത്. SEO ശരിയായ രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഉള്ള സാധ്യത വർദ്ധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇംപ്രഷൻസ് കൂടിയാൽ മാത്രമേ കൂടുതൽ ആളുകൾ നിങ്ങളുടെ തംബ്നെയിൽ കാണത്തുള്ളൂ. കൂടുതൽ ആളുകൾ തംബ്നെയിൽ കണ്ടാൽ മാത്രമേ കൂടുതൽ പേർ അതിൽ ക്ലിക്ക് ചെയ്യൂ. അതിനാൽ വ്യൂസ് വർദ്ധിപ്പിക്കണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇംപ്രഷൻസ് വർദ്ധിപ്പിക്കാനാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ 5 കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ തന്നെ പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.